Hi all, welcome back to our new session. Sri Narayana Guru Open University first semester MA English examination നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ചോസർ ടു ദ എലിസബത്തൻ ഏജ് ആണ്. സോ എല്ലാവരും എല്ലാ ചാപ്റ്റേഴ്സും യൂണിറ്റ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോ നമുക്ക് 4 ബ്ലോക്സ് ആണ് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. ഇതിൽ തന്നെ 15ഓളം യൂണിറ്റ്സുകളുണ്ട്. അപ്പൊ ഈ യൂണിറ്റ്സിൽ നിന്നെല്ലാം വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാത്തവരുണ്ടോ? പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണേ. ഞാനും വിജിമിസും കൂടിയാണ് ഇന്നത്തെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏകദേശം 4 ബ്ലോക്കുകൾ ഇതിനകത്ത് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. മിസ്സേ, ഫസ്റ്റ് ബ്ലോക്ക് പറഞ്ഞേ. ഫസ്റ്റ് ബ്ലോക്ക് is titled socio-political and literary background. ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് 4 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് socio-political background, poetry, third unit drama, and the fourth unit is prose and fiction. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് വന്നിട്ട് ഇത്ര യൂണിറ്റ്സ് ആണ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയാ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഈസിയാണ് പോയട്രി, ഡ്രാമ, പ്രോസ് ആൻഡ് ഫിക്ഷൻസ് ഒക്കെയാണ് പിന്നീട് വരുന്നത്. ദെൻ ദ സെക്കൻഡ് ബ്ലോക്ക് ഈസ് ഡീൽസ് വിത്ത് ഫസ്റ്റ് യൂണിറ്റ് ഈസ് പോയട്രി ആൻഡ് ദ സെക്കൻഡ് യൂണിറ്റ് ഈസ് ഡ്രാമ ആൻഡ് ദ തേർഡ് വൺ ഈസ് പോയട്രി ആൻഡ് അഗെയിൻ ദ ഫോർത്ത് യൂണിറ്റ് ഈസ് ഡീൽസ് വിത്ത് ഡ്രാമ. ഓക്കെ, ദെൻ third block is titled prose and fiction. അപ്പോ ഫസ്റ്റ് യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാല് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഓഫ് ട്രൂത്ത്, സെക്കൻഡ് യൂണിറ്റ് ഓഫ് പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ ആൻഡ് ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്. ഈ 2 യൂണിറ്റിലും ഫ്രാൻസിസ് ബേക്കന്റെ എസ്സേകളാണ് നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 3 is an apology for poetry and unit 4 നമ്മൾ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ഫിക്ഷൻ ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ തേർഡ് ബ്ലോക്ക് വരെ ക്ലിയർ ആണല്ലോ. ദെൻ ദ ഫോർത്ത് ബ്ലോക്ക് ഈസ് ക്രിട്ടിക്കൽ റെസ്പോൺസ്. എന്താണ് ക്രിട്ടിക്കൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എമ്മേന്റെ അകത്ത് പഠിക്കാനുള്ള ഒട്ടുമിക്ക പേപ്പറിനകത്തും ലാസ്റ്റ് ബ്ലോക്ക് വന്നേക്കുന്നത് ക്രിട്ടിക്കൽ റെസ്പോൺസ് ആണ്. അപ്പൊ അത് ഇത്രയും നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള യൂണിറ്റ്സ് ഒക്കെ ഒന്ന് അല്ലെങ്കിൽ ഇത്രയുള്ള യൂണിറ്റ്സിന്റെ ഒരു ഓവർവ്യൂ ആണ് ഇതിൽ പറയുന്നത്. ഫോർത്ത് ബ്ലോക്കിൽ പറയുന്നില്ല മിസ്സേ? ഫസ്റ്റ് യൂണിറ്റ് വന്നിട്ട് ഹിസ്റ്റോറിസൈസ് ഇൻ ദ കാന്റംബറി ടെയിൽസ്. നമുക്കറിയാം ചോസറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു വർക്കാണ് എന്ത് കാന്റംബറി ടെയിൽസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് ഫ്രം എലിസബത്തൻ ടു മെറ്റാഫിസിക്കൽ പോയട്രി. അപ്പോൾ എലിസബത്തൻ ഏജിൽ നിന്നും മെറ്റാഫിസിക്കൽ പോയട്രി വരെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് യൂണിറ്റ് സെക്കൻഡിൽ നമ്മൾ പഠിക്കുന്നത്. Then the third unit is dramatic tradition from Kidd to Marlowe. Okay, അപ്പൊ ഇങ്ങനെ ഒരു 3 യൂണിറ്റ്, ചെറിയ 3 മാത്രമേ ഉള്ളൂ ഇന്ന് ഫോർത്ത് ബ്ലോക്കിനകത്ത് പഠിക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഓവർവ്യൂ എന്നുള്ള കണക്കിനാണ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാണ്ടിരിക്കാം. എന്നാലും തേർഡ് ബ്ലോക്ക് വരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് പോകും. അപ്പൊ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നാളെയാണ് നമ്മൾ എക്സാം പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണം, ഇതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടോ? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. Briefly discuss the broader socio-economic changes in England that were facilitated by the Black Death in the mid-14th century. അപ്പോ 14th സെഞ്ചുറിന്റെ മധ്യഭാഗങ്ങളിലാണ് എന്ത് വരുന്നത്, ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന ഒരു പാൻഡമിക് യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ബ്ലാക്ക് ഡെത്ത് എന്താണെന്ന് നോക്കാം. ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് എർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ യൂറോപ്പിൽ ആകമാനം വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി എന്ത് ചെയ്യുന്നു, യൂറോപ്പിന്റെ തന്നെ 1/3 ഭാഗം പോപ്പുലേഷൻ ആണ് മരണപ്പെട്ടു പോകുന്നത്. അപ്പൊ ആ ഒരു സൊസൈറ്റി എന്ത് ചെയ്യാണ്, വളരെയധികം പാൻഡമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇനി അതിന്റെ ഭാഗമായിട്ടുണ്ടായ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് എന്താണെന്ന് ചോദിച്ചാല് എന്ത് ചെയ്തു, ഒരുപാട് പേര് മരണപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, അതിൽ വർക്കേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ വർക്കേഴ്സുകൾ കുറെ മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ സർവൈവ് ചെയ്ത വർക്കേഴ്സ് എന്ത് ചെയ്തു, അവരുടെ വേജ് ഇൻക്രീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ എങ്ങനെയാണ്, അതായത് ഇതൊരു പ്ലേഗ് ആണല്ലോ മിസ്സേ? അതെ, ഒരു പകർച്ചവ്യാധി പോലെയാണ്. സോ
സോ അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഷോർട്ടേജ് ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, വേജ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. ഈ വേജ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്യാണ്, ലേബേഴ്സിന് പവർ കിട്ടാൻ തുടങ്ങി. മാത്രമല്ല ഫ്യൂഡൽ സിസ്റ്റം വീക്കൻ ചെയ്യാൻ തുടങ്ങി. ഫ്യൂഡൽ പ്രഭുക്കന്മാര് അല്ലെങ്കിൽ അരിസ്റ്റോക്രറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്തു, പെസൻസിന്റെയും വർക്കേഴ്സിന്റെയും മേളിൽ അവർക്ക് ഒരു അധികാരം ഉണ്ടായിരുന്നില്ല, അവരെ ഓവർ പവർ ചെയ്യുകയായിരുന്നു. സോ ഈ ഒരു പവർ എന്താണ് കൂടെ കൂടെ കുറയാനാണ് തുടങ്ങിയത്. ഇനി എന്താന്ന് വെച്ചാൽ ഈ ഒരു ഫ്യൂഡൽ സിസ്റ്റം വീക്കൻ ചെയ്തതോടുകൂടി അവിടെ ഒരു പുതിയ ഒരു മോഡേൺ എക്കണോമിക് സിസ്റ്റം എന്ത് ചെയ്യാണ്, ഉരുത്തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മാത്രമല്ല എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു വർക്കേഴ്സിന് പവർ കിട്ടാൻ തുടങ്ങിയപ്പോൾ എന്തായി, അവര് കൂടുതലായിട്ട് അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ അന്ന് നിലനിന്നിരുന്ന സോഷ്യൽ ഹൈറാർക്കിയെ നമുക്കറിയാം. ആ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് ക്ലാസ് ഡിസ്റ്റിങ്ഷൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ആ ഒരു ക്ലാസ് ഡിസ്റ്റിങ്ഷൻസ് എല്ലാം എന്ത് ചെയ്യാൻ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബ്രേക്കിംഗ് എന്തിലോട്ട് ലീഡ് ചെയ്യാണ്, ഒരു ഫ്യൂച്ചറിൽ ഒരു പുതിയ എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് സിസ്റ്റം വരാൻ വേണ്ടിയിട്ട് ഇത് ഒരു അടിത്തറയായി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. സോ ഇത്രയാണ് ബ്ലാക്ക് ഡെത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ മിസ്സേ? അതെ അതെ, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷുവർ ആണ്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ച് പോവാ കേട്ടോ. ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം, വലിയ മാർക്കിനൊക്കെ ചോദിച്ചു എന്ന് വരാം. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് വായിക്കണം. MA സ്റ്റുഡൻസ് ആണ്, ഞാൻ ഇപ്പോഴും പറയാണ്, ടെക്സ്റ്റ് വായിക്കാണ്ട് ക്ലാസ്സുകൾ പ്രോപ്പർ ആയിട്ട് കാണാണ്ട് ഒന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകരുത്. അപ്പൊ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ഗ്യാസ് അടിക്കാനുള്ള പോയിന്റ്സ് നിങ്ങളുടെ കയ്യിൽ വേണം എന്നുള്ളതാ. ക്ലിയർ ആണല്ലോ?